ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ആ പടത്തിന്റെ ട്രെയിലർ? അതിഗംഭീരമായി നിങ്ങൾ കണ്ടില്ലേ? കാരണം 5 ഭാഷയിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഡബ് ചെയ്യുന്നത്. 5 ഭാഷയിലും ഇതുവരെ ചരിത്രമില്ല. 5 ഭാഷയിൽ ഒരുമിച്ച് ഡബ് ചെയ്തിരിക്കുകയാണ്. വളരെ അത്ഭുതമായിരുന്നല്ലോ. കണ്ടോ ലോഞ്ച് തിരക്കും അതിൻ്റെ പ്രൊമോഷൻ പരിപാടിയും എല്ലാം ഭംഗിയായിട്ട് പോയി. നന്നായിട്ട് വരും. അടിപൊളിയാണ്. എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എന്താണ് പടത്തിൽ നിന്ന് എന്തായിരിക്കും? നമുക്ക് തന്നെ പറഞ്ഞല്ലോ, അധികം പ്രതീക്ഷ വേണ്ട. അമിത പ്രതീക്ഷയില്ലാതെ വന്ന് സാധാരണ പടം പോലെ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അതെ അതെ, നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ സംഭവം. 19 വയസ്സിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് സംഭവം. അത് കാണാൻ വേണ്ടിയുള്ള കാഴ്ചപ്പാടിൽ നിൽക്കുകയാണ്. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഒന്നും പറയണ്ട, എല്ലാം ഞെട്ടിയിരിക്കുകയാണ്. ഇന്നലത്തെ ആ ട്രെയിലർ ലോഞ്ച് എന്ന് പറയുന്നത് അബുദാബിയിൽ നടന്നത് എല്ലാം ഒരു അത്ഭുത ലോകത്ത് നിന്ന് പെട്ടവില്ല. നമ്മളെല്ലാം ലൈവിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. ആ ട്രെയിലർ ലോഞ്ച്, ആ ട്രെയിലർ സ്ക്രീനിൽ കാണിച്ചത് എല്ലാ ഭാഷയിലുള്ള ട്രെയിലർ മമ്മൂക്കാണ് ഡബ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോൺ ഈ പടം എടുത്തിരിക്കുന്നതിന് പ്രധാന കാരണം കാണും. ഈ കഥാഗതിക്ക് അനുസരിച്ചായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്നത്. ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കണ്ട് ജനങ്ങൾ ആസ്വദിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്തായാലും പ്രമേയത്തിനുണ്ടാവും. ഇങ്ങനെ ഫെബ്രുവരി 15 വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴേ ഫ്ലക്സ് വെക്കൽ കാര്യങ്ങളൊക്കെ ഈ തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മമ്മൂട്ടിയുടെ ഒരു വ്യത്യസ്ത വേഷപ്പകർച്ചയായിരിക്കും, സംശയമേ വേണ്ട. കാരണം ഇപ്പോൾ ഹോസ്റ്റലർ വന്നു ഇല്ലേ, ജയറാമാണ് നായകൻ. എന്നാൽ മമ്മൂക്ക ചെയ്ത് വളരെ വ്യത്യസ്തമായ ഒരു വേഷമാണ് ചെയ്തത്. അതിനു മുമ്പ് കാതൽ, അതിനു മുമ്പ് ഉള്ള പടങ്ങളെല്ലാം വളരെ വ്യത്യസ്ത റോളിലാണ് ഇപ്പോൾ ഓരോ പടവും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം പ്രേക്ഷകരെല്ലാം 2 കൈ നീട്ടി അദ്ദേഹത്തിനെ പടത്തെ സ്വീകരിക്കുന്നുണ്ട്. വളരെ സന്തോഷം. അത് എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിട്ട് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. കാരണം നമ്മൾ പഴയത് കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പം പുതിയൊരു രീതിക്ക് പുതിയ കാലത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എങ്ങനെ വന്ന തിയേറ്ററിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ആയിരിക്കും എന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മാരകം പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഫീൽ ചെയ്തത്. കാരണം അർജുൻ അശോകനാണെങ്കിലും മമ്മൂക്കാണെങ്കിലും മമ്മൂക്കേൻ്റെ ഗംഭീരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ മാരകമാണല്ലോ, അതുപോലെ തന്നെയാണ് ക്യാരക്ടറൈസേഷൻ ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല, വേറെ ലെവലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 2024 മമ്മൂക്ക കൊണ്ടുപോകും. ഉറപ്പാണ്. കാരണം അത്യാവശ്യം നല്ല സെലക്ഷനുള്ള പടങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്, ഇനി ഇറങ്ങാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷയുണ്ട് മമ്മൂക്ക തന്നെ ആയിരിക്കും ഇത്തവണത്തെ കുറേ പടങ്ങൾ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് പുള്ളിക്കാരൻ. ട്രെയിലർ കണ്ടിട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് ഒരു ഹൊറർ മൂഡാണോ അല്ലെങ്കിൽ എന്താണ്? ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണെന്ന്. ഒരു പണ്ടൊരു ലാലേട്ടൻ്റെ മൂവി ഉണ്ടായിരുന്നു, ആ പടത്തിൻ്റെ പേരെനിക്ക് അത്ര ഇപ്പം പിടികിട്ടുന്നില്ല. ഇതുപോലത്തെ ഒരു സംഭവമാണ്. അതിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വേറെ ലെവൽ പടമായിരിക്കാം മലയാളത്തിൽ. പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള മേക്കിംഗ് ഒക്കെ കാണാമല്ലോ. അതുകൊണ്ട് എനിക്കറിയാം പ്രതീക്ഷയുണ്ട്, പാളിപ്പോവില്ല എന്നാണ് ഒരു വിശ്വാസം.